ഹായ്, ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ വന്നെത്തിയതോ കേംബ്രിഡ്ജ് സിറ്റി സെൻറ്റർ പ്രീ മാർക്കിൽ ചെന്ന് കയറുന്ന അവിടെ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ലേഡീസിൻ്റെ ഒരു സെക്ഷൻ ആണെങ്കിൽ തകർത്ത് വരുന്നുണ്ട്. എന്തൊക്കെയോ കണ്ണിൽ കണ്ടതൊക്കെ എടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ പണ്ടേ പെണ്ണുങ്ങളുടെ കൂടെ ഈ ഡ്രസ്സ് തപ്പാൻ പോകുന്നത് ഭ്രാന്ത് പിടിച്ചൊരു കാര്യം. കാരണം ഇവർക്ക് എത്ര തപ്പിയാലും മതി. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഫ്രീ ആക്കി വിട്ടിരിക്കുക. നീ എന്ത് വേണമെങ്കിലും ആയിക്കോന്ന് പറഞ്ഞു. ഒരു ദിവസം ഓഫ് കിട്ടിയ സന്തോഷത്തിൽ അവൾ മതിമറന്ന് ആഘോഷിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒട്ടും പറയാതിരിക്കാൻ വയ്യാട്ടോ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. എനിക്ക് വന്ന മിക്കരും ഇവിടെ വന്ന് തന്നെ ആയിരിക്കും ഡ്രസ്സ് വാങ്ങുന്നതെന്നൊക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്, വിലയിലൊരു മയമൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഷോപ്പ് തന്നെ കേട്ടോ ചൂസ് ചെയ്യാറ്. അച്ചുവാണെ തകർത്ത് മറിയുന്നുണ്ട്. അവളെയും പറഞ്ഞിട്ട് തെറ്റില്ല. അത്രമാത്രം ഐറ്റംസിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ആട്ടോ ഇവിടെയുള്ള. ടീഷർട്ടുകൾ, നൈറ്റ് ഡ്രസ്സുകൾ, ജീൻസ്, ടോപ്പ് എന്ന് വേണ്ട എല്ലാ ഐറ്റംസിൻ്റെ ഒരു വൺ കളക്ഷൻ തന്നെയാട്ടോ ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ആകെ ഒരു കൺഫ്യൂഷനായി. നോക്കണ്ട മക്കളെ, വാങ്ങിക്കോളിന്ന് തന്നെ നമ്മുടെ മനസ്സ് പറയും. ഇതേ നോക്കിക്ക് വിൻ്ററിലൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ചെരുപ്പിൻ്റെ കളക്ഷൻസൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടന്നു മടുത്തു കേട്ടോ. കാരണം ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ലേഡീസിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. ഇത് നടന്ന് തീരുമ്പോഴത്തേക്ക് എൻ്റെ കിളി വെട്ടിട്ടോ. ഇനി ആകെ പ്രതീക്ഷയുള്ളത് തേർഡ് ഫ്ലോർ ആട്ടോ. കാരണം അവിടെയാണല്ലോ നമുക്കുള്ളത്. എന്തു പറയാനാ, ഇവിടെ തീർന്നിട്ട് വേണ്ടേ അങ്ങോട്ടേക്കൊന്ന് പോകാൻ. ദേ ഇങ്ങോട്ട് നോക്കി, ഇത് ആശാത്തേക്ക് എടുക്കാനൊന്നുമല്ല കേട്ടോ. ചുമ്മാ എല്ലാം ഒന്ന് കണ്ട് തൊട്ട് മണത്ത് എല്ലാം ഒന്ന് ആസ്വദിക്കലാണ് മുപ്പത്തിൻ്റെ പരിപാടി. അതുപോലെ തന്നെ ഒട്ടും പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഇവരുടെ അറേഞ്ച്മെൻറ്റ്. എല്ലാവർക്കും കംഫർട്ടായ രീതിയിലാട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബെഡ്റൂം സെറ്റുകളുടെ ഒക്കെ ഒരു വൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികളെ ഇവർ ഒഴിവാക്കിയിട്ടില്ല. കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ വെക്കുമ്പോഴാട്ടോ ഒരു അടിപൊളി ഒരു ഗ്ലാസ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് വൈൻ ഗ്ലാസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. അവലൊക്കെ നോക്കി എത്ര അധികം കളക്ഷനാണ്. ഷോപ്പിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റിയ സ്ഥലമാട്ടോ ഇത്. കാരണം അത്രമാത്രം ഐറ്റംസ് ഉണ്ട് ഇവിടെ. കുട്ടികളുടെയൊക്കെ ടോയ്സ് നോക്കി എന്ത് രസമാണ്. കാണുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് വാങ്ങാൻ തോന്നും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഷോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാണ് മക്കളെ. കാരണം ഒന്നും വാങ്ങുന്നില്ല എന്നും പറഞ്ഞു പോകുന്ന ആൾക്കാർ വരെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടായിരിക്കും പോകുന്നത്. ഹാൻഡ് ബാഗ്സിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അവിടെ. സെക്കൻഡ് ഫ്ലോർ ഞങ്ങളങ്ങ് തൂത്തുവാരി. ഇനിയാണ് ഞങ്ങളുടെ മെയിൻ ഫ്ലോറിലേക്ക് എത്തുന്നത്. മൂന്നാമത്തെ ഫ്ലോറിലാണല്ലോ നമുക്കുള്ളത്. എനിക്കധികം ഒന്നും വാങ്ങാനൊന്നുമില്ല കേട്ടോ. എനിക്കൊരു ബ്ലാക്ക് ടീഷർട്ട് മാത്രമാണ് ഞങ്ങൾ തപ്പി ഇറങ്ങിയത്. നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ടീഷർട്ട് മാത്രം മതിയുള്ളെങ്കിലും എല്ലാം ഒന്ന് തപ്പി നടക്കുന്നത് നമ്മുടെ ഒരു ശീലമാണല്ലോ. നമ്മൾ പിന്നെ എവിടെ ചെന്നാൽ ആദ്യം നോക്കുന്ന വിലയിലേക്കായിരിക്കുമല്ലോ. വില കുറഞ്ഞാൽ കുഴപ്പമില്ല, സാധനം നന്നായി മതി എന്നാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. തപ്പിത്തേടി ലാസ്റ്റ് നമ്മുടെ ടീഷർട്ട് എത്തിയിട്ടോ. ഇനി അത് എടുത്ത് വെച്ച് നോക്കലാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. സാധനം ഉസാറായി. പിന്നെ ഞാനിത് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. എന്തായാലും ഇത്രയും വന്നതല്ലേ, ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ തപ്പി അത്യാവശ്യം നല്ല കളക്ഷൻസും ബോയ്സിനും ഉള്ള കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേ ബ്രാൻഡായിട്ടുള്ള എല്ലാ തുണികളും ഇവിടെയും കിട്ടുന്നുണ്ട്. നടന്നു വരുമ്പോഴാണ് ഈ ഒരു അപ്പച്ച മുമ്പിൽ നിൽക്കുന്നത്. അപ്പച്ചനെ തട്ടാതെ ഞാൻ ഈ വഴിയിലേക്ക് മാറി നടന്നു കേട്ടോ. ദേ ഇങ്ങോട്ട് നോക്ക്, എന്ത് അടിപൊളി ജീൻസാന്ന് നോക്കി. കൊള്ളാം, എനിക്കിഷ്ടമായിട്ടോ. വില അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തുണികളാട്ടോ. എന്തായാലും കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടോ. പൈസയൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എവിടെ കണ്ടായാലും ഒന്ന് ട്രൈ ചെയ്യുന്ന ഐറ്റം ആണല്ലോ ഗ്ലാസ്. ഞാനും ഒരു 2-3 ഗ്ലാസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഞാനും പറഞ്ഞാൽ എടുത്തോട്ടോ അതിനകത്ത്. വേറെ ഒന്നും വിചാരിക്കണം കേട്ടോ. കാരണം ഏത് ഷോപ്പിംഗ് കയറിയാലും ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വെച്ച് നോക്കിയിട്ട് ഇറങ്ങലുള്ളൂ. അങ്ങനെ ഏതാണ്ട് ഇവിടുത്തെ ഷോപ്പിംഗ് ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ. ബില്ലെല്ലാം കട്ട് ചെയ്ത് മേടിച്ച കൂളിംഗ് ഗ്ലാസ് തപ്പി കണ്ടുപിടിച്ച് അതും വെച്ചായിട്ടോ. പിന്നെ കറക്കം എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? ഇപ്പം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ. എന്താണെന്നറിയില്ല, മുമ്പത്തെ പോലെ അല്ല, ഇപ്പം ഭയങ്കര വിശപ്പാണ്. ആവോ എന്തോ പണിയൊന്നും എടുക്കാതെ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, കൈ കിട്ടിയതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ മാർക്കറ്റെല്ലാം ഒന്ന് ചുറ്റി കണ്ടു കേട്ടോ. ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒത്തിരി കടകളുള്ള ഒരു മാർക്കറ്റിലേക്ക് കേട്ടോ ഞങ്ങൾ എത്തിച്ചേർന്ന്. നോക്കിയേ മുട്ടത്തലയിൽ അമ്മാവൻ എന്തൊക്കെയോ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. എന്തോ ഇങ്ങനത്തെ ഐറ്റംസ് ഇതുവരെ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇതുവരെ കഴിക്കാത്തതല്ലേ, വാങ്ങിയിട്ട് വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് വെച്ചിട്ട് അവിടുത്തെ KFC ലക്ഷ്യം വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. കാരണം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പണ്ട് മുതലേ വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ അച്ചുവിനോട് പറഞ്ഞു വേഗം ഓർഡർ ചെയ്ത് വാങ്ങിക്കൊണ്ട് പോകാമെന്ന്. സാധനം കൈ കിട്ടി, പൊള്ളി സാധനം, ഒന്നും പറയാനില്ല. എന്തോ വിശപ്പ് മൂത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ചിക്കനൊക്കെ എന്തെന്നില്ലാത്തൊരു ടേസ്റ്റ്, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അതും കഴിഞ്ഞ് ഒരു ബബിൾ ടീയും കുടിച്ച് വീട് പിടിക്കാനുള്ള പോക്കാട്ടത്. കാരണം രാവിലെ ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലോണം ടയേർഡായിട്ടോ. നാട്ടിലെ പോലെ ഒന്നും അല്ല കേട്ടോ. ടിക്കറ്റ് എടുക്കുന്നതും വണ്ടി ഓടിക്കുന്നതും എല്ലാം ഡ്രൈവർ തന്നെയാണ്. ടിക്കറ്റും എടുത്ത് സീറ്റും പിടിച്ച് ഞങ്ങളിഞ്ഞ് വീട്ടിലോട്ടുള്ള പോക്കാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ തീരും കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സി യു.